നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ സ്പെഡെക്സ് പരീക്ഷണ തീയതി വീണ്ടും മാറ്റി ISRO. ബഹിരാകാശ പേടകങ്ങളെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വെച്ച് കൂട്ടിയോജിപ്പിക്കുന്ന ദൗത്യമാണ് വീണ്ടും മാറ്റിവെച്ചിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ തവണ മാറ്റിവെച്ചപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നതിന്റെ കാരണം വ്യക്തമാക്കിയിരുന്നില്ല. പക്ഷേ ഇപ്രാവശ്യം മാറ്റിവെച്ചപ്പോൾ പരീക്ഷണ തീയതി മാറ്റാൻ കാരണം എന്താണ് എന്ന് ISRO വ്യക്തമാക്കിയിട്ടുണ്ട്. ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം കുറച്ചു കൊണ്ടുവരുന്നതിനിടെ കൂടുതൽ അടുത്തുപോയി ഇവ. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ പരീക്ഷണ തീയതി മാറ്റിവെക്കുന്നത്. ഉപഗ്രഹങ്ങൾ സുരക്ഷിതമാണെന്നും ISRO അറിയിച്ചു. ചൊവ്വാഴ്ച നടക്കേണ്ടിയിരുന്ന ദൗത്യമായിരുന്നു വ്യാഴാഴ്ചത്തേക്ക് മാറ്റിവെച്ചത്. ആ ദൗത്യവും ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുകയാണ്. ഡിസംബർ 30-നായിരുന്നു സ്പെഡെക്സ് പരീക്ഷണത്തിനുള്ള 2 ചെറു ഉപഗ്രഹങ്ങളെ ISROയുടെ PSLV-C60 ഭ്രമണപഥത്തിലെത്തിച്ചത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് PSLV-C60 ലോഞ്ച് വെഹിക്കിളിൽ 2 സ്പെഡെക്സ് സാറ്റലൈറ്റുകൾ വിക്ഷേപിച്ചത്. ഏതാണ്ട് 220 കിലോഗ്രാം വീതം ഭാരമുള്ള STX-01, STX-02, ചേസർ, ടാർഗറ്റ് എന്നീ ഉപഗ്രഹങ്ങളാണ് ഈ പരീക്ഷണ ദൗത്യത്തിലുള്ളത്. 20 കിലോമീറ്റർ അകലത്തിൽ വിക്ഷേപിക്കപ്പെട്ട ഈ ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 5 കിലോമീറ്റർ, 1.5 കിലോമീറ്റർ, 500 മീറ്റർ, 15 മീറ്റർ, 3 മീറ്റർ എന്നിങ്ങനെ സാവധാനം കുറച്ചുകൊണ്ടുവന്നാണ് ഒടുവിൽ ബഹിരാകാശത്ത് വെച്ച് കൂട്ടിയോജിപ്പിക്കുക. സ്പെഡെക്സ് ഡോക്കിംഗ് വിജയിപ്പിച്ചാൽ ബഹിരാകാശ ഡോക്കിംഗ് സാങ്കേതിക വിദ്യയുള്ള 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറും. ഇതിനു മുമ്പ് അമേരിക്ക, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾ മാത്രമേ ബഹിരാകാശ ഡോക്കിംഗ് ടെക്നോളജി വിജയിപ്പിച്ചിട്ടുള്ളൂ. ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയമായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന്റെ നിർമ്മാണത്തിന് സ്പേസ് ഡോക്കിംഗ് സാങ്കേതിക വിദ്യ ISROയ്ക്ക് അനിവാര്യമാണ്. സ്പെഡെക്സ് സാറ്റലൈറ്റ് ഡോക്കിംഗിനായി ഔദ്യോഗിക യൂട്യൂബ് ചാനലിൽ ലൈവ് സ്ട്രീമിംഗ് ഫീഡ് വരെ ISRO തുടങ്ങിയ ശേഷമായിരുന്നു നേരത്തെ പരീക്ഷണം മാറ്റിവെച്ചത്. അതേസമയം സ്പേസ് ഡോക്കിംഗ് പരീക്ഷണത്തിനുള്ള സ്പെഡെക്സ് ഇരട്ട ഉപഗ്രഹങ്ങളെ കൃത്യമായി ഭ്രമണപഥത്തിൽ സ്ഥാപിക്കാൻ PSLVക്ക് സാധിച്ചിരുന്നു. സ്പെഡെക്സ് ഉപഗ്രഹങ്ങളിൽ നിന്ന് സിഗ്നൽ കിട്ടി തുടങ്ങിയിട്ടുണ്ടെന്ന് ISRO അറിയിച്ചിരുന്നു. PSLV റോക്കറ്റിന്റെ 4ാം ഘട്ടത്തെ ബഹിരാകാശത്ത് നിലനിർത്തി ചെറു പരീക്ഷണങ്ങൾ നടത്താൻ അവസരം നൽകുന്ന പോയം പദ്ധതിയുടെ ഭാഗമായി 24 ചെറു പരീക്ഷണങ്ങളും ബഹിരാകാശത്തേക്ക് അയച്ചിരുന്നു. ഇതിൽ തിരുവനന്തപുരത്തെ IIST വിദ്യാർത്ഥികൾ നിർമ്മിച്ച പൈലറ്റ് 2 അഥവാ ഗ്രേസ് എന്ന പേലോഡും ഉണ്ട് എന്നതും ശ്രദ്ധേയം. ബഹിരാകാശത്ത് നിന്ന് മാലിന്യങ്ങൾ പിടിച്ചെടുക്കാൻ കെൽപ്പുള്ള യന്ത്രക്കൈ, ബഹിരാകാശ നിലയത്തിൽ ഉപയോഗിക്കാൻ പദ്ധതിയിടുന്ന വാക്കിംഗ് റോബോട്ടിക് ആം, ബഹിരാകാശത്ത് വിത്ത് മുളപ്പിക്കുന്ന ക്രോപ്സ് പേലോഡുകളിൽ ഉണ്ടായിരുന്നു. അതേസമയം യന്ത്രക്കൈ വിജയകരമായി ISRO പരീക്ഷിച്ചു. തിരുവനന്തപുരം VSSC നിർമ്മിച്ച ഡെബ്രിസ് ക്യാപ്ചർ റോബോട്ടിക് മാനിപ്പുലേറ്റർ പരീക്ഷണത്തിന്റെ വീഡിയോ ISRO പുറത്തുവിടുകയും ചെയ്തിരുന്നു. ബഹിരാകാശത്ത് ഒഴുകി നടക്കുന്ന ഉപഗ്രഹ ഭാഗങ്ങൾ അടക്കമുള്ള മാലിന്യം പിടിച്ചെടുക്കാൻ കെൽപ്പുള്ള റോബോട്ടാണിത്. ഭാവിയിൽ ബഹിരാകാശത്ത് വെച്ച് തന്നെ ഉപഗ്രഹങ്ങളിൽ വീണ്ടും ഇന്ധനം നിറയ്ക്കുന്നത് അടക്കമുള്ള പരീക്ഷണങ്ങൾക്കും ഈ യന്ത്രക്കൈ പ്രയോജനപ്പെടും. സ്പെഡെക്സ് ഉപഗ്രഹങ്ങളെ വിക്ഷേപിച്ച PSLV-C60 റോക്കറ്റിന്റെ 4ാം ഘട്ടത്തെ ഒരു താൽക്കാലിക ഉപഗ്രഹമായി ബഹിരാകാശത്ത് നിലനിർത്തിയിട്ടുണ്ട്. അതിൽ വെച്ചായിരുന്നു ഈ റോബോട്ടിന്റെ പരീക്ഷണവും. തിരുവനന്തപുരം IISU നിർമ്മിച്ച നടക്കും റോബോട്ടിന്റെ പരീക്ഷണവും ഇതിൽ വെച്ചായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.